താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റു. അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചു മരിച്ച 9 വയസ്സുകാരി അനയ്യയുടെ പിതാവ് സനൂപ് എന്നയാളാണ് ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കുടുംബത്തിന് നീതി ലഭിച്ചില്ലെന്ന് ആരോപിച്ചാണ് അക്രമമുണ്ടായതെന്നാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി നസീർ ബാബു ചേരുന്നുണ്ട്. നസീർ, വളരെ ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെപ്പറ്റി പോലീസ് അധികൃതർ എന്താണ് വ്യക്തമാക്കുന്നത്? ഈ ഡോക്ടറുടെ നില എങ്ങനെ തുടരുന്നു? നിലവിലെ ഈ ഡോക്ടറുടെ ആരോഗ്യനില സംബന്ധിച്ചിട്ട് അദ്ദേഹം നിരീക്ഷണത്തിലാണ്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ആഴത്തിലുള്ള മുറിവുണ്ട്. ന്യൂറോ സർജറി വിഭാഗത്തിലാണ്. സർജറി ആവശ്യമായി വരുമെന്നാണ് ഡോക്ടർമാർ സംസാരിക്കുമ്പോൾ പറയുന്നത്. ഗുരുതരമാണ്. അതുപോലെ തന്നെ ICUയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ പോലീസ് എന്താണ് ഈ അക്രമവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്? നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറഞ്ഞത് അന്വേഷണത്തിലാണ്, ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരുടെ നമ്മൾ പറഞ്ഞത് ഒരു ആശുപത്രിയിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെയാണ് ഇയാൾ അവിചാരിതമായി കടന്നു വരികയും ആക്രമിക്കുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. ഡോക്ടർമാരുടെ സംഘടന നാളെ കോഴിക്കോട് ജില്ലയിലെ OP ബഹിഷ്കരിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. എന്നാൽ അത്യാഹിത വിഭാഗത്തെ ഈ സമരം ബാധിക്കില്ല. നമുക്കറിയാം, നേരത്തെ വന്ദന സംഭവത്തിൽ ആശുപത്രിയിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കെ ആക്രമിച്ച ഒരു സംഭവം അടുത്ത കാലത്ത് വലിയ വിവാദം ഉണ്ടായതാണ്. അതിന് സമാനമായൊരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനൊരു ബാക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഏതാണ്ട് 3 മാസം മുമ്പ് ഇതേ ആശുപത്രിയിൽ തന്നെ ചികിത്സ നേടിയ ഒരു കുട്ടിയും പിന്നീട് മരിച്ചിരുന്നു. ആ കുട്ടിയുടെ രക്ഷിതാവാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത് എന്നാണ് നമുക്ക് അറിവായിട്ടുള്ളത്. ഏതായാലും കേസ് അന്വേഷണ ഘട്ടത്തിലാണ്. സംഭവത്തെ ഗൗരവമായിട്ടാണ് ആരോഗ്യവകുപ്പും കാണുന്നത്. ശരി നസീർ ബാബു, വ്യക്തമാണ്. താമരശ്ശേരിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റു. നേരത്തെ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചു മരിച്ച കുട്ടിയുടെ പിതാവാണ് ആക്രമണം നടത്തിയത്. ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് നസീർ ബാബു ആയിരുന്നു.